Rolling. Camera 2 rolling. Camera 3. Frame okay. Literally like ഒരു point like I felt like isolated. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോടും പറയണമെന്ന് അറിയത്തില്ല. മനസ്സിലായോ? സത്യം ആ ഒരു ഫീൽ എനിക്കും ഉണ്ടായിരുന്നു. Loneliness is a big thing, bro. ഒരു രീതിയിൽ നമുക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറയാം പോയിരുന്ന് പഠിക്കണം. പാരലാണോ ഭയങ്കരമായിട്ട് ഡിപ്രഷന്റെ കാര്യത്തിലും മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും എല്ലാവർക്കും എനിക്ക് എനിക്ക് അതിലും വലിയ ബുദ്ധിമുട്ടാണോ അവൻ പറയാം. അപ്പോൾ welcome to Kadai Mama guys. Welcome to Kadai Mama. We are our host. This is AJ. Hi. I'm Robin. And like this is just gonna be a random chat, isn't it? Indeed. റാൻഡം എന്നൊക്കെ പറയാൻ വെച്ചാൽ കംപ്ലീറ്റ്ലി അട്ടർ ആയിക്കോട്ടെ ലൈക്ക് നമുക്ക് എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ ഇൻട്രൂസീവ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ അതിന് നമ്മൾ കൊടുക്കുന്നൊരു സ്ഥലം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. എന്തായിരിക്കണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിന്റെ അഭിപ്രായം എന്താ ടോപ്പിക്കിനെ കുറിച്ച്? നിന്റെ അഭിപ്രായം എന്താ? ചുരുക്കി പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു ലൈക്ക് ഐ തിങ്ക് ലൈക്ക് നമ്മളെല്ലാവരും കവർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഒരു ബേസിക്കലി നമ്മൾ സംസാരിക്കാൻ പോണ ഇമോഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഈ ടോപ്പിക്കിന് ഉള്ളൊരു എന്താ പറയാ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ലൈക്ക് ഈ ടോപ്പിക്ക് ബേസിക്കലി ഇമോഷൻസ് ആണെങ്കിലും ആ ഒറ്റ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇതെല്ലാം കവർ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു 2023 റീക്യാപ്പ് എന്ന് കൂടുതലും ലൈക്ക് ഹൗ വാസ് 2023 ആ ഒരു വർഷം ഹോൾ അതന്നെ ഫുള്ളായിട്ട് മൊത്തത്തിൽ 2023 എങ്ങനെയായിരുന്നു എല്ലാവർക്കും എന്ന രീതിക്ക് അത് തന്നെ. ഓക്കെ, പിന്നെന്താ അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു 2023? 2023 കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാനുള്ളപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ സ്ട്രഗിൾസ്, ഭയങ്കര രീതിയിൽ എന്താ പറയാ, ഒരു രീതിയിൽ എങ്ങനെ പോയാലും നമുക്ക് ശരിയാവുന്നില്ല. ലൈക്ക് ഇമോഷൻസ് വൈസിൽ എന്താ പറയണ ഭയങ്കര അപ്സ് ആൻഡ് ഡൗൺസ് മാത്രമായിരുന്നു. സ്റ്റേബിൾ ആയിട്ട് പോയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വർക്ക് ആയിക്കോട്ടെ, പിന്നെ ചുറ്റിലും ഞാൻ എന്താ പറയുക ചില്ലറ ലൈക്ക് ഫൈൻ ഹാപ്പിനെസ് ഇൻ സ്മോൾ തിങ്, ലൈക്ക് ചെറിയ കാര്യത്തിലൊക്കെ സന്തോഷം കണ്ടുപിടിക്കുന്ന നമ്മൾ പറഞ്ഞ പോലെ അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചാൽ പോലും അതുപോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എവിടെ തിരിഞ്ഞാലും ബ്ലോക്ക്, എങ്ങനെ പോയാലും പ്രശ്നങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. 2023 വാസ് നൈറ്റ്മെയർ ഫോർ മീ. ഓക്കെ, എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ലൈക്ക് 2023 ഇറ്റ് ചേഞ്ച് മീ സോ മച്ച് ആസ് എ പേഴ്സൺ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത്ര നാൾ എനിക്കുണ്ടായ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണോ? ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇന്ന് രീതി വേണമെങ്കിൽ പറയാം. കാരണം ലൈക്ക് ലിറ്ററലി ഇത്ര നാള് എന്റെ ഉള്ളിലുണ്ടായ ഓരോ ചിന്താഗതി എല്ലാം മാറ്റിമറിച്ച് ലൈക്ക് ലിറ്ററലി എനിക്കൊരു ഫ്രഷ് പെർസ്പെക്റ്റീവ് എന്നൊരു സംഭവം ഇല്ലേ, ആ സംഭവം അത് തന്നെ പഠിപ്പിച്ചെന്ന് വേണേ പറയാം. അപ്പൊ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2023 പോലെ ഇനി ഒരിക്കലും ആവരുത് എന്ന് നീ പറയൂ? എടാ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ആ വർഷത്ത് ഈ 2023 സംഭവിച്ച ഓരോ കാര്യങ്ങളില്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് കൂടുതലും സിറ്റുവേഷൻസ് വന്നു കയറുവാണ്. മനസ്സിലായോ? ലൈക്ക് നമ്മളത് ഒരിക്കലും ഇത് വേണം എന്ന് വെച്ച് നമ്മൾക്ക് ഒരിക്കലും ഒന്നും സംഭവിച്ചില്ല. ലൈക്ക് ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ, യു നോ, റൈറ്റ്? സോ ലൈക്ക് അത് മോറോവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക 21 പോലെ ആവരുത് എന്ന് പറഞ്ഞാലും ലൈക്ക് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായി? ലൈക്ക് 21 പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒത്തിരി പഠിച്ചു എന്ന് തോന്നുന്നത്. അതെ അല്ലേ? അതെ. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ 2023? എടാ മെന്റൽ ഹെൽത്ത് നിന്റെ ഞാൻ പറഞ്ഞ അതല്ല മൊത്തത്തിലെന്നല്ല, ഞാൻ നിന്റെ അടുത്തല്ലേ ചോദിക്കണേ. അപ്പൊ നിന്റെ മെന്റൽ ഹെൽത്ത് 2023 22, 21, 20 അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക അറിയത്തില്ല. മെന്റൽ ഹെൽത്ത് ആ സമയത്ത് ഉണ്ടോ അല്ലെങ്കിൽ എന്താ അത് വാല്യൂ ആണോ, ഇസ് ദാറ്റ് വാട്ട് മെന്റൽ ഹെൽത്ത് ഈസ് എന്നുള്ള രീതിയിലുള്ള നോളജ് ആർക്കും ഇല്ല. മനസ്സിലായി? അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും യൂസ് ചെയ്യണമെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വട്ട് അല്ലെങ്കിൽ എന്താ പറയുക മെന്റലി ആയിട്ടുള്ള എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെറിയായിട്ട് അങ്ങനെ പറയാനാണ് പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഡിപ്രഷൻ അല്ലെങ്കിൽ എന്താ പറയുക ആങ്സൈറ്റി ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ, സ്ട്രെസ്, ലൈക്ക് എവ്രി ചെറിയ ഇമോഷൻ തൊട്ടുള്ള എല്ലാ വലിയ കാര്യങ്ങളും ഇതാണ് രീതി. ഇപ്പൊ നമ്മളും ഓക്കെ മെന്റൽ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞൊരു ദർ ഈസ് സംതിങ് ലൈക്ക് ദാറ്റ് എക്സിസ്റ്റ്. കാരണം നമുക്ക് ഇങ്ങനെ എന്താ പറയുക മെന്റൽ ബ്രേക്ക് ഡൗൺ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവത്തില്ല, ബിക്കോസ് അത് എന്താണെന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ വേറൊരാളുടെ നമ്മുടെ കൂട്ടുകാർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പോലും നമുക്കെന്താ പറയുക ഷീസ് ഗോയിങ് ത്രൂ സംതിങ്, ഷീസ് ഗോയിങ് ത്രൂ മെന്റൽ ബ്രേക്ക് ഡൗൺ റൈറ്റ് നൗ നമ്മൾ പറയൂ ഇപ്പോൾ. കാരണം നമുക്കത് പറയാനുള്ള അറിവ് എല്ലായിടത്തും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിൽ പോലും കിട്ടി. അതുകൊണ്ട് പണ്ടത്തെ നോക്കുമ്പോഴത്തേക്കും 2023 നിന്റെ മെന്റൽ ഹെൽത്ത് നീ ഇങ്ങനെ? എടാ എന്റെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്ററലി എന്റെ ഞാൻ ഐ ഹിറ്റ് റോക്ക് പോകും, റൈറ്റ്? ലൈക്ക് ഞാൻ ലിറ്ററലി
എന്താ പറയാ ഒരാൾക്ക് താഴാൻ പറ്റുന്ന ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെന്റൽ വൈസ് ലൈക്ക് ഒരു ലിറ്ററലി I was in a verge of a breakdown. ആ രീതി വരെ ഞാൻ പോയിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ വരെ പോയിട്ടുള്ളൂ, ബ്രേക്ക് ഡൗൺ വന്നിട്ടൊന്നുമില്ല. ബ്രേക്ക് ഡൗൺ വന്നോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഐ തിങ്ക് ലൈക്ക് എന്താ പറയാ ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇപ്പൊ ലൈക്ക് ഒരു ടിപ്പിക്കലായിട്ട് തന്നെ നടക്കണമെന്നില്ല. ഇറ്റ് കുഡ് ബി ലൈക്ക് ഇൻ സോ മെനി ഡിഫറെന്റ് വേസ് ഹൗ യു ഹാവ് ലൈക്ക് ഗോ ത്രൂ ദി സിറ്റുവേഷൻ. മനസ്സിലായി. ഒരു മൂലയ്ക്ക് ഇരുന്ന് കരഞ്ഞ എന്റെ പൊന്നെ എനിക്ക് വയ്യ എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതേ രീതിയിൽ മിണ്ടാണ്ട് ക്വയറ്റ് ആയിട്ട് നിന്ന് നമ്മൾ എന്താ പറയുക നമുക്ക് വേണ്ടി സമയം കൊണ്ടെത്തി ഹീൽ ചെയ്ത് അതിനകത്ത് മാറി ലൈക്ക് അതൊരു തരത്തിലുള്ള ബ്രേക്ക് ഡൗൺ ആണ്. അങ്ങനെയാണെങ്കിൽ പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം നമ്മളൊരു ടിപ്പിക്കൽ ഒരു മൊത്തത്തിലൊരു ബ്രേക്ക് ഡൗൺ എന്ന് പറയത്തില്ലേ, അതിന്റെ അല്ല ഞാൻ അതിന്റെ ഒരു വേർജ് വരെ എത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഐ തിങ്ക് ലൈക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ആക്ച്വലി എക്സ്പീരിയൻസ് ഡിപ്രഷൻ. ലൈക്ക് നമ്മളിപ്പോ തമാശ രീതി എല്ലാവരും പറയല ഇവൻ ഡിപ്രഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ കളിയാക്കുമെങ്കിലും ലൈക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. മനസ്സിലായോ? Obviously that's the main reason why we're talking about it, because 2023 made it pretty clear. Mental health literally in so many ways for me at least. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ചില്ലറ കാര്യമൊന്നുമല്ല. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സംതിങ് ടു ലാഫ് അറ്റ്. ഓർ ലൈക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടാനെടുത്ത് പറഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം. അറ്റ് ദ സെയിം ടൈം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ആക്ച്വലി ഓക്കെ ഈസ് ഗോയിങ് ത്രൂ സംതിങ് എന്ന് പറഞ്ഞ് നമ്മൾ അക്നോളജ് ചെയ്യുന്നുണ്ടെങ്കിൽ നിനക്ക് അത്രയും കൂടി അറിവുണ്ടോ അതിനെ കുറിച്ച്? എടാ അക്നോളജ് ചെയ്യുന്ന യെസ്, പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്ന് വെച്ചാൽ ഞാൻ നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ ലൈക്ക് ഐ തിങ്ക് ഐ ആം ഗോയിങ് ത്രൂ ഡിപ്രഷൻ. മനസ്സിലായോ? പക്ഷെ ഇതുപോലെ തന്നെ ഞാനിപ്പോ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ലൈക്ക് അവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. They don't know what to say to make it better. മനസ്സിലായോ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വാസ് ലൈക്ക് എന്താ വെച്ചാൽ ഞാൻ ഇൻഫാക്ട് എന്റെ പൊന്നല്ല ഞാൻ ഇത് അമ്മയോട് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒന്നും പറ്റുന്നില്ല. മനസ്സിലായോ? എനിക്കെന്ന് പറഞ്ഞാൽ അതെ ലൈക്ക് എന്നോട് ആക്ച്വലി രണ്ടു ചോദിക്കാൻ തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്റെ ഒന്നും എപ്പോഴും ചിരിച്ച് കളിച്ച് ആ ഒരു സംഭവമാണ്. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എല്ലാവരും കാണുമ്പോൾ ഇതെന്താ ഇവരിതെന്ത് പറ്റിയ എന്ന രീതിയിൽ ഓക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാ ഇത് അമ്മയോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ലൈക്ക് കൂടുതൽ ചിന്തിച്ചായിരുന്നു ആ ഒരു ലൈക്ക് അമ്മയടുത്ത് പറയാ എന്നുള്ള ഒരു കാര്യം ചിന്തിച്ചായിരുന്നു? ഒത്തിരി ചിന്തിച്ചോ? അല്ല ഐ വാസ് ലൈക്ക് മേ ബി ഐ ഷുഡ് ലെറ്റ് ഹർ നോ. മനസ്സിലായോ? പക്ഷെ ഞാൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പോയിരുന്ന് പഠിക്കാനാ. അതെ ടിപ്പിക്കൽ. അല്ലാണ്ട് എടാ അത്ര നോളജ് ഉള്ളവർക്ക് എന്ത് കഷ്ടമാ. നമ്മളൊക്കെ ഇവിടെ എന്ത് പൊന്നെ മെന്റലി ഒരു മൂലയ്ക്ക് ഒരു റൂമിലേക്ക് ഇരുന്ന് ഒക്കെ അവസാനം രാത്രിയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഓക്കെ നമ്മൾ നല്ല റീൽസ് ഒക്കെ കുത്തിക്കിരുന്ന് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്നുമില്ല എവിടെ നിന്നൊക്കെ ഒരു റാൻഡം തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് ചിന്തിച്ചു കൂട്ടി അങ്ങ് ആലോചിച്ച് പണ്ടാരടങ്ങി ഇത്രയും പറ്റുന്നില്ല ഒരു രീതിയിൽ നമുക്ക് പറ്റുന്നില്ല എന്ന് പോയി പറഞ്ഞു കഴിയുമ്പോ പോയിരുന്ന് പഠിക്കടാന്ന് ഞാനൊന്നും പറയുന്നില്ല. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എനിക്കിപ്പോ ഒരു വിഷമം വന്നാലും ലൈക്ക് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോ എന്നെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത്ര നാൾ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യും. ലൈക്ക് ആ ഒരു തോട്ടിലോട്ട് ഞാൻ പോകത്തില്ല. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഇങ്ങനെ സിറ്റുവേഷൻ നമുക്ക് ആ പാട്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ നമുക്ക് സപ്രസ് ചെയ്യാം, അതായത് ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിപ്രഷൻ എന്നല്ല ഞാൻ പറഞ്ഞ പൊതുവേ ഒരാൾ വിഷമിച്ചാൽ അവർക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ സാഡ് ആയിട്ടിരിക്കുവാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നു. ഒന്ന് സപ്രസ് ചെയ്യാം അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇത്ര നാളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ലൈക്ക് ആ ഒരു സൊസൈറ്റി തിങ് ആയിരിക്കാം ലൈക്ക് ആൺകുട്ടികൾ കരയാൻ പാടില്ല. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഹ്യൂജ് ബാരിയർ ഫോർ ദാറ്റ്. ഈ ഒരൊറ്റ കാര്യം തന്നെ പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ ബാരിയർ ആണ്. വെദർ ഇറ്റ്സ് എന്താ പറഞ്ഞ കൺസ്ട്രക്റ്റീവ് ഓർ നോട്ട് ഇറ്റ് ഈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ആക്കി വെച്ചേക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ചുമ്മാ കൂട്ടുകാരന്മാരുടെ അടുത്ത് പറയുമ്പോഴാണെങ്കിൽ പോലും അല്ല ഞാൻ കരഞ്ഞു എന്നൊക്കെ പറയാൻ പറ്റില്ല. നമ്മൾ അത്ര ചിന്തിച്ചിട്ടൊന്നും അല്ല പറയണത്. നമ്മളെ ക്യാഷ്വലായിട്ട് പറയും. കൂട്ടുകാരടുത്ത് പറയാൻ നമുക്ക് എപ്പോഴും പറയില്ല. ബട്ട് എന്താ പറയണ ആൺകുട്ടികൾ എന്താ പറയുക കരയുക എന്നുള്ളൊരു കാര്യം എന്താണ് സംതിങ് ലൈക്ക് ഇറ്റ്സ് നോ ഐ ഡോണ്ട് നോ അങ്ങനെ നമുക്ക് ഇങ്ങനെ തോന്നത്തേ ഇല്ല. അപ്പം അങ്ങനെ കരയുന്നുണ്ടെങ്കിൽ എന്താ പറയണ ഹീസ് ഗോയിങ് ത്രൂ ദാറ്റ് മച്ച് എന്ന് പറയുകയും ചെയ്യും. പക്ഷെ അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അതെ, ഇതിനകത്ത് ദ വേഴ്സ്റ്റ് തിങ് ഇസ് ലൈക്ക് എന്താ പറയാ എനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരയുന്ന പോയിന്റ് വീട് എനിക്കെന്ന് പറഞ്ഞാൽ ലൈക്ക് എനിക്ക് മറ്റുള്ളവരെ എനിക്ക് വിഷമം ഉണ്ടെന്ന് കാണിക്കാൻ എനിക്കിതൊരു താല്പര്യമില്ല. ലൈക്ക് ഐ ലൈക്ക് ടു കീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസ്ക് വേണമെങ്കിൽ പറയാം. മനസ്സിലായി? ആ ഒരു അതാണ് എത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എന്താ പറയാ എനിക്ക് ഇതിന്റെ ഒരു ഡൗൺ സൈഡ് തോന്നിയത് എന്താ വെച്ചാൽ ഏറ്റവും വലിയ ഡൗൺ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് റീലാപ്സ് ആവും. മനസ്സിലായോ? എല്ലാം കഴിയുന്നു ലൈക്ക് ലിറ്ററലി ഒരു ടോട്ടൽ നം സ്റ്റേജിലോട്ട് ഞാൻ പോകണം. മനസ്സിലായി? എന്തൊരു ചെറിയ ട്രിഗർ പോയിന്റ് മതി എനിക്ക് പിന്നെ വെച്ചാൽ ഈ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താ പറയുക ഇത്തവണ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഞാൻ ആക്ച്വലി അത് എന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്തു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ വിഷമം എന്ന് വെച്ചാൽ ലൈക്ക് ഞാൻ എല്ലാവരും പറഞ്ഞടാ ലൈക്ക് ഞാൻ കുറച്ച് സീനിലാണ് എനിക്ക് കൺവേ ചെയ്യാൻ നോക്കി. അപ്പൊ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ലൈക്ക് അവർ അവെയർ ആണ് വാട്ട്സ് ഗോയിങ് ഓൺ, മനസ്സിലായോ? ലൈക്ക് ഇന്നതാണ് കാരണം. അപ്പോ ഞാനിങ്ങനെ പറയാൻ നോക്കി. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശോകപ്പാട്ട് ഇട്ട് കരയാ. നോട്ട് ശോകപ്പാട്ട്, മെലൻകോളിക്. നിന്റെ അടുത്തൊരു 900 ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മെലൻകോളിക് ആണത്. ശോകപ്പാട്ട് കേട്ടിരുന്ന് നമ്മൾ ഒരു പാട്ട് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയണേ, ആ പാട്ടിന് എന്തുകൊണ്ട് ആ ശോകം എന്നുള്ള ഒരു ഒബ്വിയസ്ലി ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ഗുഡ് ഫീൽ വൈബോ അങ്ങനെ ഇതിലൊക്കെയാണ് ഒരു പാട്ട് കേട്ട് നമുക്ക് യൂഷ്വലി കേൾക്കുമ്പോൾ കിട്ടുന്ന ഫീല്. ഒരു സെഡ് പാട്ട് നമ്മൾ കേട്ടിരുന്നിട്ട് നമ്മൾ സെഡോളി ആവുന്നുണ്ടെങ്കിൽ അത് എന്താ പറയണേ, അത് അത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സംഭവം ഉണ്ടായി എന്നുള്ള ആ ഒരു ഗുഡ് ഫീലാണ് എനിക്ക് ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. പക്ഷെ ശോകല്ല. അല്ല എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു സംഭവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, ഞാൻ ഈ ഇതൊക്കെ കേട്ടങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങി, മനസ്സിലായോ? ലൈക്ക് എന്റെ തന്നെ പിക്ചർ ചെയ്യാൻ തുടങ്ങി. അതെ, ആ സീനിലോട്ട് ഞാൻ ടോട്ടലി ആ ഒരു വൈബിലോട്ട് അങ്ങ് ലോസ്റ്റ് ആവാൻ തുടങ്ങി, മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി, മനസ്സിലായോ? അതെന്ന് പറഞ്ഞാൽ അതെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ലൈക്ക് ഇൻ മൈ റൂം ആൻഡ് എവരിതിങ്, മനസ്സിലായോ? അയ്യോ നമുക്കൊക്കെ പറയും നമുക്ക് ആ ഒരു സ്പോട്ട് ഉണ്ട് എല്ലാവർക്കും. ഇപ്പൊ കേട്ടുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സ്പോട്ട് ഉണ്ട്. നമുക്കൊക്കെ എന്താ പറയുക, ഡിപ്രസ്ഡ് ആയിട്ടോ മെന്റലി എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരു കോർണർ നമുക്ക് എപ്പോഴും മൈൻഡ് വരും അല്ലേ? അത് ചിലപ്പോൾ ഇപ്പൊ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പാട്ടും കിട്ട എവിടെയെങ്കിലും പോയിരിക്കണായിരിക്കും. ഒരു പൊസിഷൻ എപ്പോഴും ഉണ്ടാവും, ഒരു സ്ഥലം ഉണ്ടാവും. എന്തായാലും എനിക്കുണ്ട് ഒരു സ്ഥലം. എന്റെ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ തിങ്ക് ലൈക്ക് ആ ഒരൊറ്റ കാരണം കൊണ്ട് ലൈക്ക് മൈ ഹീലിംഗ് പ്രോസസ് വാസ് എ ബിറ്റ് മോർ ക്വിക്ക്. അല്ല ഞാൻ ഇപ്പോഴും ഫുള്ളി ഹീൽഡ് ആയതൊന്നും അല്ല, പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ലൈക്ക് ഐ എം കമ്പാരിറ്റീവ്ലി മച്ച് ഫാർ ബെറ്റർ, മനസ്സിലായി? എന്ന് വെച്ചാൽ ഇപ്പൊ എന്ന് വെച്ചാൽ 2021 അതാണ് അടുത്ത കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എടാ ഇപ്പോ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ നിന്നോട് അന്ന് പറഞ്ഞു അളിയാ എനിക്ക് ഞാൻ ഡിപ്രഷനാണ്, ഞാൻ ആരോട് പറഞ്ഞാലും അവർക്കും അവരുടെ രീതിയിൽ എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് പറയാൻ. അതെ, പാരലാണ് ഭയങ്കരമായിട്ട് ഡിപ്രഷന്റെ കാര്യത്തിലും മെന്റൽ ഹെൽത്തിന്റെ കാര്യത്തിലും എല്ലാവർക്കും അളിയാ എനിക്ക് വയ്യ, എനിക്ക് ബുദ്ധിമുട്ടാ, എടാ എനിക്ക് അതിലും വലിയ ബുദ്ധിമുട്ടാണോ അവൻ പറയണത്. സത്യം ഞാനും നീ സംസാരിച്ചപ്പോഴാണെങ്കിൽ പോലും ഞാൻ വേറെ പല ആൾക്കാരായിട്ട് എന്താ പറയുക ഈ ഒരു ടോപ്പിക്കിലോട്ട് എത്തിയിട്ടുണ്ട്. ചുമ്മാ വർക്കിലായിക്കോട്ടെ, ചുമ്മാ പുറത്ത് പോകുമ്പോഴായിക്കോട്ടെ, ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ട് ഞാനിപ്പോൾ ഓൺലൈനിലുള്ള അവിടെ ഇവിടെ നാട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരായിട്ടുള്ള വിളിച്ച് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഈ ഒരു ടോപ്പിക് എപ്പോഴും വരും. വന്നു കഴിയുമ്പോ ഒക്കെ ലിറ്ററലി എന്താ പറയണേ, അവർക്കും എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചില സമയത്തൊക്കെ ഈ കഥ കേട്ട് കഴിയുമ്പോ നമുക്കൊന്നും ഒന്നുമില്ല, ദേ ഹാവ് ഇറ്റ് വേ വേഴ്സ് ബ്രോ എന്നുള്ളൊരു തോട്ടുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മണ്ടത്തരമാണ് സത്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഒരാൾ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് വിഷമമുണ്ടെന്ന് പറയുമ്പോ ഇതൊക്കെ എന്ത് മറ്റേ അവർക്ക് ഇങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും, ഇതൊക്കെ അതൊക്കെ വെച്ച് നിന്നെ വിഷമിക്കുന്ന ലൈക്ക് അതിന്റെ ഒരു വലിയൊരു തെറ്റാണ്, മനസ്സിലായി? അതെ, കാരണം മേ ബി ലൈക്ക് അവര് എക്സ്പ്രസ് ചെയ്യുന്ന വലിയ എനിക്ക് തോന്നുന്നു വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലായല്ലോ, നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എടാ സമ്മതിച്ചു, പക്ഷെ ഞാൻ പറയുന്നത് ലൈക്ക് എന്നും പറഞ്ഞാൽ നിന്റെ ഡിപ്രഷൻ ഇത്രേ ഉള്ളൂ, നിന്റെ ഡിപ്രഷൻ ഇത്, അല്ലെങ്കിൽ നിന്റെ ലൈഫിൽ നടക്കുന്ന സ്റ്റോറീസ് വലുതല്ല എന്നത് ആ ഒരു ഫാക്ട് അല്ലാണ്ട് ആവത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ അതല്ല, പക്ഷെ ഞാൻ പറഞ്ഞ ലൈക്ക് ഇഫ് സമൺ ഈസ് എക്സ്പ്രസിംഗ് ലൈക്ക് യൂഷ്വലി ഇഫ് സമൺ ഈസ് എക്സ്പ്രസിംഗ് അതായത് അത്ര വലിയതല്ല ഇങ്ങനെയാണ് എന്ന രീതിയിൽ ലൈക്ക് നമ്മളെ എന്തോ ഒരു ആശ്വസിപ്പിക്കാനാണ് അവർ പറഞ്ഞത്, എനിക്കറിയത്തില്ല. പക്ഷെ അത് എനിക്ക് തോന്നുന്നില്ല ആർക്ക് ആശ്വാസം വരുന്നുണ്ടല്ലോ, ലൈക്ക് അതൊന്നും അവർക്ക് അങ്ങനെ പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ ആ സംഭവം. ഡെഫിനറ്റ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഇത് കേൾക്കുമ്പോ യൂഷ്വലി എനിക്ക് തന്നെ പേഴ്സണലി ഞാൻ എന്തിനാ പറയാൻ പോയത്. സത്യം, കാരണം ഉണ്ടല്ലോ നമ്മളെ അപ്പം എന്താണ് അതൊരു ലൈക്ക് അപ്പോഴും എന്താണ് ഒരുമാതിരി ഓർഗാനിക് അല്ല അപ്പൊ അത് അല്ല. കാരണം എന്താണ് അത് ലൈക്ക് കേട്ട് ലൈക്ക് ഇങ്ങനെ പറഞ്ഞു എന്താ പറയുക അതിങ്ങനെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ആ ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു വിടണം. അല്ല അതവിടെ ആ എക്സ്പ്രഷന്റെ ആ പോയിന്റ് കട്ട് ഓഫ് ആവണം അവിടെ, മനസ്സിലായോ? സത്യം, നമ്മൾ എക്സ്പ്രസ് ചെയ്ത് വരുമ്പോഴേക്കും അവരിങ്ങനെ പറയുന്നത്, അപ്പൊ നമുക്ക് പിന്നെ കൂടുതൽ പറയാനും തോന്നുന്നില്ല, നമ്മൾ ആ തോട്ടെ അവിടെ കട്ട് ഓഫ് ചെയ്യും, മനസ്സിലായോ? ലൈക്ക് അത് എന്ന് വെച്ചാൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ലൈക്ക് മോസ്റ്റ് പീപ്പിൾ ലൈക്ക് അവർക്ക് പറയാൻ താല്പര്യമില്ലാതെ വിഷമമുണ്ടെന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മനസ്സിലാക്കാനുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. ഗുഡ് ലിസണേഴ്സിന് ഉപരി ഈ കാര്യം എന്താണ് ഇതാണ് എന്ന് മനസ്സിലാക്കി സംസാരിക്കുന്നതും കേൾക്കുന്നതും ഒരു ഹ്യൂജ് തിങ് ആണ്.
ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ പിന്നെ ഒരു രീതിയിൽ എന്താ പറയുക നമുക്ക് എപ്പോഴും പോയി പറയാൻ പറ്റും നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലെന്ന് പറഞ്ഞാൽ ലൈക്ക് ആ സാധനം മനസ്സിലാക്കിയിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അതിനു വേണ്ടി മനസ്സിലാക്കിയിട്ട് ആക്ച്വലി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര കുറവാണ്, ഭയങ്കര കുറവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും എന്താണ് നമ്മൾ ആരെങ്കിലും അടുത്തൊക്കെ പോയി പറയുമ്പോൾ ഇത് തന്നെയാണ് അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം. അപ്പോൾ എന്താണ് ആ ഒരു പ്രശ്നത്തിൽ ആയത്തോടെ സിമ്പിളായിട്ട് എടുത്തിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോയി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും പിറ്റേ ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ അമ്പുകൾ വന്നുകൊണ്ടേ ഇരിക്കും, ഒരുമാതിരി എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് മൊത്തത്തിൽ. സത്യമായിട്ട് എനിക്ക് ലൈക്ക് ലിറ്ററലി ലൈക്ക് ഒരു പോയിന്റ് ലൈക്ക് ഐ ഫെൽ ലൈക്ക് ഐസൊലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആരോട് പറയണം എന്നറിയത്തില്ല, മനസ്സിലായോ? സത്യം ആ ഒരു ഫീൽ എനിക്കും ഉണ്ടായിരുന്നു. അത് ചുറ്റിന് ഇത്ര ആൾക്കാരുണ്ടാണെങ്കിൽ പോലും ഉണ്ടല്ലോ സത്യം. ഈ 2020 കിട്ടിയ ലോൺലിനെസ് ഉണ്ടല്ലോ വേറെ ലെവൽ. എനിക്ക് എന്താ പറയുക എന്റെ ചുറ്റിന് എന്താ പറയുക കോൺസ്റ്റന്റ് ആൾക്കാരാണ്. പക്ഷെ ലൈക്ക് അപ്പൊ എന്താ പറയുക എന്തൊട്ട് ലോൺലിനെസ് ഇപ്പൊ എന്താ പറയുക കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു എല്ലാവർക്കും തോന്നാം, നിനക്കും തോന്നാം. പക്ഷെ എന്താ പറയണ അപ്പോഴാണെങ്കിൽ പോലും ആ ലോൺലിനെസ് എന്നുള്ള സംഭവം എനിക്ക് കിട്ടിയെന്നുള്ളത് സത്യമാണ്. അതെ, you get me? അല്ല ലൈക്ക് ഐ വാസ് അറ്റ് എ പോയിന്റ് ലൈക്ക് ഇപ്പോ ഇത്ര നാളും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈവൻ ലൈക്ക് എന്റെ എന്ന് വെച്ചാൽ ബെസ്റ്റ് ഫ്രണ്ട്സിനോടാണ് എപ്പോഴും ഷെയർ ചെയ്യുന്നത് എല്ലാവരും. അപ്പോ ലൈക്ക് അവർക്ക് പോലും ആ ഒരു പോയിന്റിൽ ഉണ്ടാവാൻ പറ്റിയിട്ടില്ല പല സിറ്റുവേഷൻസ്, മനസ്സിലായി? ലൈക്ക് എന്താ പറയുക ഫ്രണ്ട്സ് ക്യാൻ ബി ദേർ ഫോർ യു, ലൈക്ക് ദേ ക്യാൻ നെവർ ബി ദേർ ഫോർ യു ലൈക്ക് ദ ഹോൾ ടൈം. ദേ ക്യാൻ ബി ദേർ ഫോർ യു. അതുപോലെ സിറ്റുവേഷൻ ഇപ്പൊ അവർക്കും എന്താ പറയുക ലൈക്ക് എന്താ പറയുക ഞാൻ ആ രീതി പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ ജനറലി ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്പെസിഫിക് സമയത്ത് നമ്മൾ ആയിരിക്കും അയ്യോ ഇന്ന് ഈ ഒരു സമയത്ത് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് അവർ കംപ്ലീറ്റ്ലി വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. നമ്മളെല്ലാം പ്രോസസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവര് വരുന്നത്. അപ്പൊ പിന്നെ ആ ഒരു പോയിന്റിൽ പിന്നെ നമുക്ക് എനിക്കൊന്നും ആ ഒരു പോയിന്റ് പിന്നെ ഷെയർ ചെയ്യാനും തോന്നുന്നില്ല. കാരണം വാട്സ് എ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കാനുള്ള സംഭവിച്ചു, നമ്മൾ ചെയ്യാനുള്ള ചെയ്തു. സത്യം. അവിടെ പിന്നെ ഞാൻ പറയുന്നുണ്ടല്ലേ അപ്പൊ പിന്നെ ഞാൻ ഒരു തമാശ രീതി പറയാം എന്റെ പൊന്നുകളെ ഞാൻ വൺ ഡിപ്രഷനിലൊക്കെ ആയിരുന്നു എന്ന രീതിക്ക്. അതിലും പിന്നെ ഒരു പ്രശ്നമുണ്ട്, നമ്മളത് ഉള്ളു പറഞ്ഞു കഴിയുമ്പോൾ എന്താ പറയുക അവസാനം എന്ന് പറഞ്ഞാൽ പുലി ഒന്നും പറഞ്ഞാൽ ആയി പോവുകയും ചെയ്യും. പിടി കിട്ടിയോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എന്നതേ കൂട്ടുകാരാണ്, നമ്മളൊക്കെ എല്ലാം ഇതിനെ വട്ടോട്ട് അങ്ങനെ ചെയ്യത്തുള്ളൂ. മ്യൂട്ട് ചെയ്യാലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, പറഞ്ഞു വട്ടോട്ട് നോക്കുക ചെയ്യത്തുള്ളൂ. മെന്റലി ഡിപ്രസ്ഡ് ആണെന്ന് പറഞ്ഞു നിന്ന് കഴിയുമ്പോ സാരല്ല ആ ഒരു ചായ കുടിക്കാം ഇത്രേ ഉള്ളൂ. പിന്നെ അവിടെ നിന്ന് പിന്നെ നമ്മളെ വട്ടോട്ട് നോക്കി കൊന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോഴാണെങ്കിൽ പോലും എന്താ പറയുക നോക്കി കണ്ടും വേണം പറയാൻ. എപ്പോഴും നമ്മൾ എന്താ പറയുക അവസാനം എന്താ പറയുക ലൈക്ക് ആ രീതിയിൽ ഇല്ല എന്റെ പൊന്നിളിയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സംഭവമില്ലേ അത് നീ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും അവസാനം എനിക്കത് തോന്നിപ്പോവും ചില സമയത്ത്, മനസ്സിലായോ? അപ്പൊ പിന്നെ എന്തായാലും നമുക്ക് എന്താ പറയുക ആ രീതിയിൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ പോലും എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് അങ്ങനെയാണെങ്കിൽ പോലും കൺവേ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. മനസ്സിലായി? കൺവേ അവിടെ ലൈക്ക് പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഫീൽ എന്തായാലും കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം എന്താ പറയണേ ലൈക്ക് പറഞ്ഞു നടക്കാൻ വേണമെങ്കിൽ പറ്റുമോ അവൻ എനിക്കറിയാം അവൻ ഇങ്ങനെയാണ് അല്ല എന്നും പറഞ്ഞുകൊണ്ട് എന്താണ് ഐ നോട്ട് ഡൂയിങ് എനിത്തിങ്. ഞാൻ എന്താണ് ഐ നോട്ട് ബീയിങ് എ ലിസണർ, ഐ നോട്ട് ബീയിങ് എനിത്തിങ് ടു മേക്ക് ഹിം ആക്ച്വലി ഫീൽ എ ബെറ്റർ അബൌട്ട് ഇറ്റ്. എന്തൊട്ട് ഇംഗ്ലീഷ് ആയിരുന്നത്? അപ്പൊ പിന്നെ ചിരിപ്പിക്കലേ പോടാ മൊത്തത്തില്. പക്ഷെ എനിക്ക് പിന്നെ വേറൊരു പാഠം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എനിക്ക് പീപ്പിൾ ആക്ച്വലി ടെമ്പററി ആണ് എന്നൊരു വലിയൊരു പാഠം എന്നെ പഠിപ്പിച്ചു തന്നെ 2023 ആണ്. ലൈക്ക് എനിക്കിത് അറിയായിരുന്നു ലൈക്കിനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പീപ്പിൾ ആർ ടെമ്പററി ലൈക്ക് ഒരു എനിക്ക് പറയാം എല്ലാ ഒരു ഫേസ് ആണ്, മനസ്സിലായോ? പക്ഷെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫേസ് ലൈക്ക് ഐ തോട്ട് ലൈക്ക് ആസ് ലോങ് ആസ് വി ആർ at that place that phase is going to continue, മനസ്സിലായോ? പക്ഷെ അതായത് ഫോർ ദ ടൈം ബീങ് എന്ന് പറയുന്ന ആ ഒരു ഫേസിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ അവരുടെ കൂടെ ആ സമയത്ത് നമ്മൾ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ചെയ്യും. That's how you thought. That's how I thought. Yeah. Okay. എനിക്ക് അങ്ങനെയാണ് എന്റെ പേഴ്സണൽ ലൈഫ്, മനസ്സിലായോ? അപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ലൈക്ക് നമുക്ക് വർഷങ്ങൾ അറിയുന്ന ആൾക്കാരെങ്കിലും ലൈക്ക് they can still surprise you എന്ന രീതിയിലുള്ള ഒരു വലിയൊരു പാഠമായിരുന്നു. അയ്യോ അതൊക്കെ എനിക്ക് 2023 ആയിരുന്നോ 2022 ആയിരുന്നോ എന്ന് എനിക്കറിയത്തില്ല. അതേപോലെ കൊല്ലങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരൊക്കെ എന്നെ പല രീതിയിൽ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. 5 years 6 years ഒക്കെ ചുമ്മാ എണ്ണി പറയാൻ പറ്റും. അപ്പൊ പിന്നെ എന്താ പറയുക എല്ലാ സൗണ്ട് എന്തെന്ന് കേട്ടോ എനിക്ക് മനസ്സിലായില്ലായിരുന്നു. അവൻ ആൾക്കാരെന്താണ് സർപ്രൈസ്. ഓ മൈ ഗോഡ് ഇറ്റ്സ് എന്താ പറയണ ആൾക്കാരെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവരെന്താണ് നമുക്ക് എന്താണ് കൊണ്ടുവരുന്നത്, വാട്ട് ദേ ബ്രിങ്ങിങ് ടു ദ ടേബിൾ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ എല്ലാവരും വന്ന് കയറിപ്പോയിട്ടുള്ളതൊക്കെ ഉണ്ടല്ലോ ചുമ്മാ പൊട്ടോ പറഞ്ഞ എന്തൊക്കെയോ പൊട്ടിച്ചിട്ടാ പോയണത്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല.
ഇല്ല പക്ഷെ അതാണ് എനിക്ക് സത്യം പറയാം ഏറ്റവും വലിയൊരു പാടോടെ വന്നത്. ലൈക്ക് ലൈഫിൽ ഫോർ എവർ ഉണ്ടായിരിക്കും എന്ന രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിച്ച പല ആൾക്കാരും എന്റെ ലൈഫിൽ എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. മനസ്സിലായോ? ലൈക്ക് അവിടെ ഞാൻ സത്യം പറയാം അവിടെ നിന്ന് ഞാൻ ഇതൊക്കെ അടുപ്പിച്ച് 23 ഒരു പാറ്റേൺ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് വാസ് വെരി നൈസ്. ഒരു ആദ്യത്തെ ഒരു കുറച്ച് 3 മാസം അടിപൊളി ആ രീതി തന്നെ പൊക്കോണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ഒന്ന് റഫാൻ തുടങ്ങി. അത് കഴിഞ്ഞൊരു എന്താ പറയാ ഏകദേശം ഒരു ജൂൺ ജൂലൈ എനിക്ക് ജൂൺ ജൂലൈ അല്ല മേ ബി ലൈക്ക് അതിനൊരു തൊട്ട് മുമ്പായിരിക്കാം. അവിടെ നിന്ന് ഇങ്ങനെ എനിക്ക് പണി കിട്ടി തുടങ്ങി ആക്ച്വലി ജൂൺ ജൂലൈ തന്നെ വെച്ചോ. അവിടം തൊട്ടുണ്ടല്ലോ അവിടെ നിന്ന് പിന്നെ കിട്ടാൻ തുടങ്ങിയ പണികള് കയ്യും കണക്കൂല. മനസ്സിലായോ? ലൈക്ക് അവിടെ നിന്ന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ തന്നെ ആയിരിക്കും ഇത് എന്ത് പണ്ടാരമാണിത്. ലൈക്ക് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല. മനസ്സിലായോ? അതായത് ഇപ്പൊ ഈ സംഭവിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ പേഴ്സണൽ ലൈഫിന്റെ ഇടയിൽ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങള് ബേസിക്കലി റിലേഷൻഷിപ്പ് അല്ലേ, ബേസിക്കലി ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പും പിന്നെ അതൊക്കെയല്ലേ മെയിൻ ആയിട്ടുള്ള പ്രശ്നമായിട്ട് വരുന്നത്. അത് മെയിൻ ആയിട്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ എന്നെ വണ്ടി ഇടിച്ചായിരുന്നു. മനസ്സിലായോ? ഇവിടെ ഞാൻ ഒരു ക്ലിപ്പ് ഇട്ടാരോ പക്ഷെ അതൊരു വല്ലാത്ത ഡാർക്ക് ടൈംസ് ആയിരുന്നു. അതെ വണ്ടി മേടിച്ചിട്ട് 3 മാസമായിട്ടുള്ളത് ഇടിച്ച് പൊടി പോലും ഇല്ല കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ലൈക്ക് ആൾക്കാർ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താ പറയാ ഞാൻ ഇനി മറ്റേ കള്ളും കഞ്ചാവാണ് ലേബൽ. അതേ പറയാം ഒന്നാമത് ഈ കോലത്തില ഇരിക്കണത് അപ്പോഴേക്കും ലേബലൊക്കെ വന്ന് തുടങ്ങി. ലേബലൊക്കെ പണ്ടേ നമ്മുടെ മെത്തിക്കാൻ എറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മള് കേൾക്കുന്നുണ്ട്, നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞ എത്ര ഉള്ളൂ എല്ലാവരും കഞ്ചാവാ. സത്യം പറഞ്ഞ ഇപ്പൊ എല്ലാരും കഞ്ചാവാ. അപ്പൊ എന്ന് പറഞ്ഞാൽ അതെ അതിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒന്നാമത് ഞാൻ ഈ സ്റ്റേറ്റിൽ ഇരിക്കുവാണ് ഈ വണ്ടി പോയ വിഷമത്തില്. അതിനിടയ്ക്ക് ഈ ലേബലും കൂടി വന്നോക്കിയപ്പോ എന്റെ പോലെ ലൈക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് വേറെ തന്നെയായിരുന്നു. ഒരുമാതിരി എന്താ പറയുക കുറ്റപ്പെടുത്തുന്ന സൊസൈറ്റി മൊത്തത്തില് ലൈക്ക് ഒരു സിറ്റുവേഷന്റെ എക്സ്ട്രീം വരെ എത്തി. മനസ്സിലായോ? ആ രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്നു. അതിന് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ എനിക്ക് പറ്റല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യമായിട്ട് എനിക്ക് ഇത് വണ്ടി ഇടിച്ചതിന്റെ ഒരു ലൈക്ക് ദ ഫസ്റ്റ് വീക്ക് ലൈക്ക് ഐ ഹാഡ് പാനിക് അറ്റാക്സ് ആൻഡ് ഷിറ്റ്. ലൈക്ക് രാത്രി ഞാൻ ഞെട്ടി എണീക്കുകയാണ് ഈ ഒരു ഇടിക്കുന്നതിന് 2 സെക്കൻഡ് മുമ്പ് ഇത് ആലോചിച്ചിട്ട്. മനസ്സിലായോ? എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ലിറ്ററലി ഇടിക്കണേ 2 സെക്കൻഡ് മുമ്പ് ഞാൻ സത്യം പറഞ്ഞ ഇടിച്ചു നല്ല രീതിയിൽ. പക്ഷെ എന്താ പറയാ ഞാൻ 2 കുലുക്ക് പറഞ്ഞിട്ടുള്ളൂ വണ്ടിയുടെ. അത് കഴിഞ്ഞ് പിന്നെ ഇടിച്ചു കഴിഞ്ഞപ്പോ എന്നെ ലൈക്ക് സ്മോക്സ് കമൻ. അപ്പോ എന്റെ ഓർമ്മ എന്റെ ഈ സാധനമാണ് എന്റെ മെമ്മറിയിൽ ഫ്ലാഷ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇങ്ങനെ 2 കുലുക്കം പിന്നെ മറ്റേ വണ്ടി സിനിമയിൽ നടക്കുന്ന ഒരു രീതി തന്നെയാണ് നിനക്ക് ലൈക് മെമ്മറീസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. സിനിമയിൽ നടക്കണോ അതേ പറയാം. സിനിമയിൽ നടക്കണമല്ലോ. പക്ഷെ അത് പറയാം പട്ടി ഞാനതല്ല പറഞ്ഞേ. നിനക്ക് നടന്നത് കാര്യം. പക്ഷെ നിനക്ക് പിക്ചറായിട്ട് അത് വരുന്നില്ലേ? അതിങ്ങനെ നമ്മള് സിനിമയിലേക്ക് കാണുമ്പോൾ കാണൂലടാ ഒരു ഷൂട്ട്. മനസ്സിലായി അത് സിനിമയാണോ ഞാനങ്ങനെ കണക്ട് ചെയ്തല്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലൈക്ക് ഈ ആൾക്കാരുടെ ചേഞ്ചസും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഞാൻ ഐസൊലേറ്റ് ആവുന്നു. അവിടെ നിന്ന് പിന്നെ അത് ഫുള്ള് ഒരു ഡാർക്ക് സ്റ്റേജ് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ അതെ അതുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ എനിക്കെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനസ്സിലായി? വീട്ടിൽ നിന്ന് ഓരോരോ നെഗ് തോട്ട്സിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കായിട്ടൊരു സ്വന്തം സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്കെന്ന് പറഞ്ഞാൽ സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളുണ്ട്. സെൽഫ് കെയർ ഇതിനൊക്കെ നമുക്ക് നമ്മളായിട്ട് സ്വന്തം നമുക്ക് കുറച്ച് സമയം കൊടുത്താലാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ ലൈക്ക് അറൌണ്ട് ലൈക്ക് 2 or 3 years ബാക്ക് ഫോർ മീ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് പറഞ്ഞാൽ ലൈക്ക് എന്ന് പറഞ്ഞാൽ ലൈക്ക് രാവിലെ എനിക്ക് തൊട്ടാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണെങ്കിൽ പോലും അത്ര വലിയ ഓർഗനൈസ്ഡ് ഒന്നും അല്ല, അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പോഴും ലേസിയാണ്, അപ്പോഴും എല്ലാം ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമില്ല. ഇങ്ങനത്തെ ഉള്ള ഓരോ കാര്യത്തിന് വേണ്ടി സമയം എനിക്ക് വേണ്ടി സമയം കൊടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി സമയം കൊടുത്തു കഴിഞ്ഞാൽ ചിന്തിച്ച് എന്റെ പൊന്നെ ഞാൻ എന്നെ തന്നെ ഇല്ലാണ്ടാക്കുവാണ്. എനിക്ക് അതാ പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല സെൽഫ് ലവ് ടു ലൈക്ക് സത്യം പറഞ്ഞ 2024 ഒക്കെ അതാണ് എനിക്ക് സെൽഫ് ലവ്, സെൽഫ് എൻലൈറ്റ്മെന്റ് ആ ഒരു ജേണിയിലോട്ടാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പക്ഷെ എനിക്കെന്താ പറയണേ ലൈക്ക് അപ്പോഴും എന്താ പറയണേ ഇതാണ് ഈ ഒരു തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയത്തില്ല ലൈക്ക് എന്താ പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണ്ടി സമയം കൊടുക്കുന്നുണ്ടോ ആ സമയം എങ്ങനെയൊക്കെയോ ഒരുമാതിരി പ്രഷറായിട്ട് ഇങ്ങനെ എന്താ ഒരുമാതിരി എന്ന് പറഞ്ഞാൽ ലൈക്ക് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് എക്സ്ട്രീം പോവാണ്. അതിനാവശ്യമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തുമില്ല. പോണമെന്നില്ല പക്ഷെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോവാണ്. മനസ്സിലായോ? സത്യം
ഒഴുകുന്നില്ല, അങ്ങനെ അങ്ങ് പോവാ. അതാണ് സത്യം. അപ്പൊ ആ ഒരു കാര്യം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഇയർ എൻഡ് ലിറ്ററലി ഒരു ഡിസംബർ ലാസ്റ്റ് വീക്കാണ് ലൈക്ക് എനിക്ക് എന്നോട് തന്നെ തോന്നിയത് ലൈക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സെൽഫ് ലവ് അല്ലെങ്കിൽ സെൽഫ് കെയർ എന്ന കാര്യം ചെയ്തിട്ട് കാലങ്ങളായി. ലാസ്റ്റ് വീക്ക് അപ്പോഴാണ് ഡിസംബർ ലാസ്റ്റ് വീക്ക് അപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ ഈ എന്താ പറയാ ഈ സെൽഫ് ലവ് സെൽഫ് കെയർ വർഷങ്ങളായി ചേട്ടുന്നുള്ള കാര്യമില്ലേ, എനിക്കത് അപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാവരും എനിക്ക് ഭയങ്കര ടിപ്പിക്കലാണെന്ന്. കാരണം വെച്ചാണല്ലോ ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കൊല്ലവും അങ്ങനെയാണ്. ഡിസംബർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കുറ്റങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള തെറ്റുകളും നമുക്ക് പറ്റിയിട്ടുള്ള വിഷമങ്ങളും നമുക്ക് പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിനി റിപ്പീറ്റ് ചെയ്യരുത്. ലൈക്ക് അടുത്ത കൊല്ലം തൊട്ട് നമുക്ക് എന്താ പറയുക ന്യൂ ഇയർ റെസൊല്യൂഷൻസ്. അപ്പൊ ജാനുവരി എന്താ പറയുക അത് കീപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. അതൊക്കെ ചുമ്മാ പറച്ചിൽ വരുന്നതാണ്. ആരും കമ്മിറ്റ് ചെയ്യുന്നില്ല ഇപ്പോ. അതെ, not a single one of you guys or I myself is no getting committed. നോക്ക് വേണ്ടില്ലടാ. അതല്ല പക്ഷെ അല്ല എനിക്ക് സത്യമായിട്ടും ഞാൻ ഡിസംബർ ആയതുകൊണ്ട് എടുത്ത തീരുമാനമല്ലട്ടാ. അല്ല ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറെ കണ്ടോണ്ടിരിക്കണ അതുകൊണ്ട് തന്നെ പറഞ്ഞാണ്. അല്ല മനസ്സിലായി ക്ലിയർ ചെയ്തൊന്നും അങ്ങനെ അല്ലായിരുന്നു. അതെ വന്നു ചേർന്നാണ് ഗൈസ് കേട്ടും. അപ്പൊ അപ്പൊ ആ ഒരു കാര്യത്തിലോട്ടാണ് ഇപ്പോ എന്ന് വെച്ചാൽ എന്റെ ജേർണി. ലൈക്ക് ഞാൻ ഇപ്പോ അതാ പറയാം നമ്മളെല്ലാ വർഷവും ഇങ്ങനെ ഓരോ അതാ പറയാം എല്ലാ വർഷവും ലൈക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചർച്ച ചെയ്യും. സത്യം. അയ്യോ സംസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നേ. ലൈക്ക് എന്താ പറയാ നമുക്ക് ഓരോരോ ഗോൾസ് ഉണ്ട്. സത്യം. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ സ്റ്റാർട്ടിൽ ആ ഇൻട്രസ്റ്റ് കാണിക്കുമെങ്കിലും ലൈക്ക് വി നെവർ ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇറ്റ്. അതാ ഞാൻ പറയണേ. കാരണം കമ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതിലോട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. ആ ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു എത്ര ആരും ഞാൻ പൊക്കൊണ്ടിരുന്നത്. നമ്മുടെ ആ ഒരു ഫോൺ കോളില്ലേ നീ വിളിച്ചിട്ട് അളിയാ ഈ കൊല്ലം എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ലൈക്ക് വി ഹാവ് ടു ടേക്ക് ദാറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതാണ് എനിക്കുണ്ടല്ലോ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഞാൻ ലൈക്ക് ബേബി സ്റ്റെപ്സ് ആയിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇതിനു മുമ്പ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പൊക്കെ എന്ന് പറയുന്നത് ഞാൻ കമ്മിറ്റ് പോയിട്ട് എന്താ പറയുക ലൈക്ക് അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ട് ലൈക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ഡിസംബർ എന്ന കാര്യത്തിനാണ് ഞാൻ പറയുന്നത്. ഇത്ര നാളെന്നല്ല 2023 മുമ്പ് വരെ ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര സിമ്പിൾ ആയിട്ട് എടുത്തിരുന്ന കാര്യം. ഇതൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് സിഗരറ്റ് വലിക്കണ്ട അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ ഇനി കുറച്ച് ആളെന്താ പറഞ്ഞാൽ ഇങ്ങനെ വെക്കാം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചുമ്മാ കോമൺ ആയിട്ട് ബാക്കിയുള്ളവരൊക്കെ എന്താണോ ഞാൻ കേൾക്കുന്നത് അതിൽ വെച്ചിട്ടാണ് എടുക്കുന്നുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ എനിക്കത് പ്രാവർത്തികമാക്കിയിട്ട് എന്നെ തന്നെ മാറ്റണമെന്നോ അല്ലെങ്കിൽ എന്നെ തന്നെ അങ്ങ് എന്താ പറഞ്ഞാൽ വേറെ രീതിയിലാക്കണമെന്നോ അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. ലൈക്ക് ഞാൻ ചില്ലായിട്ടാണ് നിൽക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല. അത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഞാൻ എന്താ പറയുക ഇതേപോലെ എടുത്ത് അതേപോലെ എന്നെ റിസീവ് ചെയ്ത് അതേപോലെ കാര്യം ഡീൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ 2023 അത് പറ്റുന്നില്ല. നീ പറഞ്ഞില്ലേ നിനക്ക് ഡിസംബറിൽ ആ ഒരു സംഭവം കിട്ടിയെന്ന്, അതേ സാധനം തന്നെ എനിക്കും കിട്ടി. അത് ലിറ്ററലി എന്താ പറയുക ബാക്കിയുള്ള കൊള്ളമൊക്കെ എനിക്ക് എന്താ പറയുക ഞാൻ ഈ പറഞ്ഞ ചെയ്തിട്ടുണ്ട്, ലൈക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എന്ന് പറയുന്നത് എനിക്ക് നോ 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 അവിടെയാണ് എന്ന് വെച്ചാൽ ഞാനും പറയാടാ എനിക്ക് എന്തായാലും എന്തെങ്കിലും ചെയ്യണം എന്നായിരുന്നു. എന്തൊക്കെ എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്താണ്. അപ്പൊ എന്ന് പറഞ്ഞ ഞാൻ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ലൈക്ക് വി ബീൻ ടോക്കിംഗ് ദിസ് ഫോർ വൗ. പിന്നെ എന്റെ പൊന്നെ എന്തൊരു നാളായി. ആക്ച്വലി യൂണി തുടങ്ങിയപ്പോ തൊട്ട് തന്നെ പറഞ്ഞ കാര്യമാണ് സത്യം. അതെ അതെ. പക്ഷെ ഇന്നിപ്പോ എന്തായാലും ഇങ്ങനെ ഒന്ന് പറയാൻ പറ്റുന്നത് അഭിമാനം കൊള്ളുന്നു സത്യമായിട്ടും. കാരണം ഞങ്ങളിപ്പോ പറയുന്ന കാര്യം ലൈക്ക് പ്രീച്ച് വാട്ട് യു സേ അത് തിരിച്ചാണോ ഇങ്ങനെ തന്നെയാണോ പറയണേ? എങ്ങനെ നമ്മള് പറയണ കാര്യം നമ്മൾ ചെയ്യണ ദാസം പ്രീച്ച് വാട്ട് യു ഡു. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെ നമ്മൾ സംസാരിക്കണം എന്നാണ് അതിന്റെ സംഭവം. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഹോൾ ടോപ്പിക് എന്ന് പറഞ്ഞാല് 2023 നമ്മൾ എന്ത് രീതിയിലൊക്കെ മെന്റലി വർക്ക്അപ്പ് ചെയ്തിട്ടുണ്ട്, നമ്മള് മാറ്റി നമുക്ക് എന്താ പറഞ്ഞാൽ ആ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനെ ഉപരി എന്താ പറയണേ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിച്ചു ജീവിതത്തില്. അതുകൊണ്ട് തന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ കൊല്ലങ്ങളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ ഈ പോഡ്കാസ്റ്റ്. അത് ഞങ്ങൾ ഇന്നിപ്പോ ഇവിടെ പ്രാവർത്തിയാക്കുന്നുണ്ടെങ്കിൽ വി ആർ ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ ഇതിപ്പോ നാളെ ഫേമസ് ഇതൊന്നും അല്ലട്ടോ. സത്യം പറയണല്ലോ ഇല്ലെന്ന് അതൊക്കെ കിട്ടൂല. അതിൽ ഞാൻ നിങ്ങളൊക്കെ ഏറ്റവും ഉള്ള കാര്യം നമുക്കറിയാം. സോ ബാക്ക് ടു ദ ടോപ്പിക്. ഓക്കെ ലക്കി നമ്മളിപ്പോ ഇത്ര നേരം ഈ 2000 നെഗ് പറഞ്ഞു. അതെ നെഗേ ഉള്ളൂ എന്നല്ല, നെഗ് മാത്രമൊക്കെ മെജോറിറ്റി നെഗ് തന്നെയാണ്. പക്ഷെ ലൈക്ക് there has been good moments as well for you. Definitely. എനിക്ക് അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഇങ്ങനെ നിക്കത്തില്ല. എനിക്കെന്താ പറയുക ഫോർ സം റീസൺ എനിക്കെന്താ പറയുക എൻ്റെ 2023 ഒരു
ഹാപ്പിനെസ് എന്നുള്ളതിന് ഉപരി എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് എന്റെ മെന്റൽ ഹെൽത്ത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ടുണ്ടല്ലോ ലൈക്ക് ഞാൻ എന്താ പറയുക ലൈക്ക് ബേബി സ്റ്റെപ്സ് എന്നുള്ളത് ആ ഒരു സെയിം സാധനം. ചെറിയ കാര്യം ലൈക്ക് ഐ ലിറ്ററലി സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ഹാപ്പിനെസ് ഇൻ സ്മോൾ തിങ്സ്. ഓണസ്റ്റ്ലി ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ലൈക്ക് ഐ വാസ് സോ ഹാപ്പി, ഐ വാസ് സോ പ്യൂർ വിത്ത് ഇറ്റ്. എന്റെ പൊന്നി എടാ ഇഷ്ടം പോലെ സ്നോ പെയ്താണ് ഞാൻ കണ്ടാണ്. ഇത്തവണ എന്താ പറയുക സ്നോ പെയ്ത് കഴിയപ്പെടല്ലോ എന്റെ പോലൊരു എന്റെ മൈ ഇന്നർ ചൈൽഡ് കേം ആവും. ലൈക്ക് എന്താണ് കാരണം എന്താ പറയണേ ഇപ്പൊ സിനിമ ഒക്കെ ഞാനിപ്പോ എന്താ പറയുക അമ്മയുടെ കൂടെ 2 സിനിമ കാണാൻ പോയായിരുന്നു. സിനിമ കാണാൻ പോയി കഴിഞ്ഞിട്ട് എനിക്കാണെങ്കിൽ എന്താ പറയുക ഒന്ന് ഡങ്കി ആയിരുന്നു ഗൈസ്, ആൻഡ് പിന്നെ സലാറ് ആൻഡ് നേര്. ഡങ്കി കണ്ടിട്ട് ഞാൻ കരഞ്ഞ് 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 എൻ്റെ അമ്മ അപ്പുറത്തിനോട്ട് ചോദിക്കും നീ എന്താണ് അങ്ങനെ ഏങ്ങി കരയണേ. അപ്പൊ സത്യം പറഞ്ഞ സിനിമ ആക്ച്വലി എന്താണ് ലൈക്ക് ഇമോഷണൽ ആണ്. ബട്ട് ഞാൻ എന്താ പറയുക ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യനല്ലായിരുന്നു, എക്സ്പെഷ്യലി ലൈക്ക് ഞാൻ ലൈക്ക് കാര്യം എടുക്കുന്ന രീതിയിൽ. അപ്പൊ എനിക്കാണെങ്കിൽ എന്താ പറഞ്ഞാൽ സന്തോഷം കൊണ്ടാണോ പറയണത് സങ്കടം കൊണ്ടാണോ പറയണത് നിർത്താനേ പറ്റുന്നില്ലാത്ത രീതിയിലൊക്കെയാണ് ഞാൻ സിനിമ കണ്ട് അറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്താണ് ഇത്ര കാര്യങ്ങൾ ഉള്ളിടത്തോളം കാലം എന്താണ് ഞാൻ ചെറിയ ചെറിയ കാര്യത്തിൽ ഭയങ്കര ഹാപ്പിനെസ് കൊണ്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ദ ഹാസ് ബീൻ ഗുഡ് ടൈം വിത്ത് മൈ ലൈക്ക് എന്താണ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ വർക്ക് ആയിക്കോട്ടെ, വർക്കൊക്കെ സത്യം പറഞ്ഞ ഒരു രീതിയിൽ ഭയങ്കര പ്യുവർ എൻജോയ്മെന്റാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറയുന്നത് സമയം പോണേ അറിയത്തില്ല, ലിറ്ററലി ഇത്ര പീരീഡ് ഓഫ് ടൈം പോണേ അറിയത്തില്ല. പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഓരോരോ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ലൈക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലൈക്ക് ദ ഹാസ് ബീൻ ബട്ട് മെജോറിറ്റി കേസിൽ പിന്നെ ഇത് ഉള്ളത് കൊണ്ട് തന്നെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിരുന്നു എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എടുത്തു പറയാൻ ഒറ്റ കാര്യമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇപ്പൊ ഐ തിങ്ക് ലൈക്ക് 4 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ പിന്നെ നാട്ടിൽ പോകുന്നത് ഇത്തവണ. ഓക്കെ, അപ്പോ എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ബൈ ദ വേ where you from? I'm from Kochi. Okay. ഞങ്ങളിപ്പോ യുകെയിലാണ് ട്ടോ ഗയ്സ്. We are UK boys. ഗട്ട് ഇല്ല ഇതൊന്നും ആർക്കും അറിയത്തില്ല. എന്ത് നമ്മൾ യുകെയിലാണെന്നോ ഒന്നും അറിയത്തില്ല. അത് വരാലോ. അടുത്ത എപ്പിസോഡാണോ? അത് വേറെ എപ്പിസോഡിലോട്ട് വരാം. അതെ, മറ്റേ ഇവിടുത്തെ സാഹചര്യങ്ങൾ അത് വേറെ എപ്പിസോഡ് പറയാം. എന്തായാലും ഞാൻ പറഞ്ഞു ലൈക്ക് എന്റെ ചൈൽഡ്ഹുഡ് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റൈറ്റ്. അപ്പോ അവനായിട്ട് എനിക്കൊരു ലോങ് കാച്ചപ്പ് കിട്ടി. ഞങ്ങൾ ഒരുമിച്ച് കൊടൈക്കനാല് ലൈക്ക് ലിറ്ററലി നാട്ടിലത്തെ എന്താ പറയുക നമുക്കൊക്കെ ലൈക്ക് നാട്ടിലത്തെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ ആയിട്ട് എപ്പോഴും ഇരുന്ന് വിളിയോ എപ്പോഴും ഇരുന്ന് സംസാരം ഒന്നുമില്ല. ലൈക്ക് ഫോണിലൊക്കെ നമ്മൾ കത്തി വെച്ച് അധികം നേരം ഇരിക്കുക പോലും ഇല്ല. പക്ഷെ ഇതേപോലെ ഫോണിൽ കൂടെ ആയിക്കോട്ടെ നേരിട്ടായിക്കോട്ടെ ഒരു തവണ നമ്മളൊന്ന് ഇരിക്കുവാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ക്യാച്ചപ്പ് ചെയ്യും. ഞങ്ങള് റീല് പോലും അയക്കാറില്ല. പിന്നെ ഇപ്പൊക്കെ റീൽ അയക്കില്ലെന്ന് പറഞ്ഞാൽ ഊച്ചിപ്പണക്കം കൂടെ എല്ലാവരും. റീലൊക്കെ ഇപ്പൊ അയക്കണം പ്ലീസ് ഡു റീൽസ്. ഞങ്ങൾ അതുപോലും ഇല്ല. അപ്പൊ ലൈക്ക് ഞങ്ങൾ 4 കൊല്ലം മുമ്പ് എവിടെയാണോ ലെഫ്റ്റ് ഓഫ് ചെയ്തത് ലൈക്ക് ഞങ്ങൾ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അത് കഴിഞ്ഞാൽ ലൈക്ക് ഏകദേശം ഒരു 8 മണിക്കൂർ യാത്ര കാണുണ്ടായിരുന്നു. ലൈക്ക് അവിടെ ഈ 4 വർഷം നടന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ലൈക്ക് അവന്റെ കാര്യങ്ങളുണ്ട് എന്റെ കാര്യങ്ങളുണ്ട്. ഇത് ലിറ്ററലി ആ ഒരു ജേർണി ഫുള്ള് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നു. എന്റെ പൊന്നാളിയ അത് എനിക്ക് തന്നൊരു മനസ്സമാന സന്തോഷമുണ്ട്. ലൈക്ക് അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ലിറ്ററലി പീസ് ആണത്. കാരണം അപ്പൊ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുഡ് ഫീൽ ഉണ്ടല്ലോ, ആ എന്താണ് എല്ലാം ഒരു ഭാരം ഇറക്കി വെച്ചൊന്നല്ല, ബട്ട് ഫോർ ദ ടൈം ബീങ് അങ്ങനെ ഇരുന്നൊരു സാധനം അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. ഒരു പ്രത്യേക ഒരു പീസ്ഫുൾ മൊമെന്റ് ആണ് അത് ആക്ച്വലി. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ലിറ്ററലി ലൈക്ക് വെൻ ഐ ഷെയർഡ് മൈ ലൈക്ക് യുനോ എന്റെ അതിൽ ഓരോ കാര്യങ്ങളും അവന്റെ ഓരോ കാര്യങ്ങളും ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവന് കിട്ടിയ ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഹി ഫെൽ ലൈക്ക് ഹി വാസ് ദേർ. ലൈക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്താൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്ന രീതിയിൽ ആ ഒരു കണക്ഷൻ ലൈക്ക് എന്റെ പൊന്നളിയാ അത് പറയാൻ ലൈക്ക് ലിറ്ററലി എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോ അത് കഴിഞ്ഞിട്ട് ലൈക്ക് വി മേഡ് എ ഡീൽ ലൈക്ക് ഇനി തൊട്ട് എപ്പോ നാട്ടിൽ വന്നാലും ഇതുപോലെ ലോങ് ട്രിപ്പ് ഇറ്റ്സ് എ തിങ് മസ്റ്റ് നീഡഡ് ആണ്. ഡെഫിനറ്റ്ലി ഞാനും നാട്ടിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ഇതുപോലൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് എന്താ പറയുക ലിറ്ററലി ആക്ച്വലി ഇതിപ്പോ അവിടെ പറഞ്ഞു കഴിയുമ്പോ എല്ലാവരും ഇതിലൊക്കെ തന്നെ ആയിരിക്കും. എനിക്കെന്ന് പറയാതെ ഏറ്റവും കൂടുതൽ സന്തോഷം എന്നൊരു കാര്യം അതായിരുന്നു. മനസ്സിലായി? എന്റെ അതെ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ ആയിരുന്നു.
ഇവിടെ ഇടി എനിക്ക് തന്നെയാണ്. ഞാൻ നാട്ടിൽ പോയി കഴിയുമ്പോൾ എനിക്ക് ലൈക്ക് സ്പെസിഫിക് ആയിട്ട് എന്താ പറഞ്ഞാൽ എൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് അല്ലെങ്കിൽ ഒരേ സ്കൂളിൽ പഠിച്ച് വളർന്നിട്ടുള്ള കുറച്ച് ലൈക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ആദ്യമൊക്കെ എന്താ പറയുക, ഞാൻ ഓരോ കൊല്ലം കൂടുന്തോറും ഇവിടെ നിന്ന് നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് കൈക്ക് എനിക്ക് എൻ്റെ ഒരു 10-15 മുകളിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഓരോ കൊല്ലം തോറും ഇങ്ങനെ ലൈക്ക് എണ്ണം കുറഞ്ഞു വന്നിട്ടേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളുണ്ടായി. ഇതേപോലെ മെന്റൽ ഹെൽത്ത് ഒക്കെ ഭയങ്കര ഡാർക്ക് സീനൊക്കെ ആയിട്ട് രണ്ടുപേര് ലൈക്ക് ഇറ്റ് ഗോഡ് എന്താ പറഞ്ഞാൽ അത് കാരണം തന്നെ അവർക്ക് എന്താ പറഞ്ഞാൽ ജീവിതമേ തീർന്ന് രണ്ടുപേരും അങ്ങനെ പോയി. അതേപോലെ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ എന്താ പറയുക, ആരൊക്കെ ഉണ്ടോ ഞങ്ങളുടെ ഇടയിൽ ആരൊക്കെ ആ സമയത്ത് ഉണ്ടോ അവരെല്ലാവരും പോലെ ഞങ്ങൾ എന്താ പറയുക, ഒരു നട്ടപ്പാര് രാത്രി കഴിയുമ്പോഴത്തേക്ക് നേരെ ഞങ്ങൾ ബൈക്ക് എടുത്തുകൊണ്ട് ഒരു ലൈക്ക് വൈപ്പിംഗ് ബീച്ചിലോ ഇങ്ങനെയുള്ള എങ്ങോട്ടും ഞങ്ങൾ ഇങ്ങനെ പോകും. ആ പോണ പോക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഓരോ സംസാരങ്ങൾ അത് ലൈക്ക് ലിറ്ററലി എന്താ പറഞ്ഞാൽ മതിച്ച ട്രിപ്പൊന്നും അല്ല. ഞങ്ങൾ വീട്ടിൻ്റെ അടുത്ത് 2.5 മണിക്കൂർ 3 മണിക്കൂർ രാത്രി അങ്ങ് ഇറങ്ങി പോകും. പോണ വഴിയിൽ ഫുഡ് അടി ലൈക്ക് എന്താ പറയുക ഒച്ചപ്പാടുകളും ചില്ല അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്താണ് ഈ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഇത്രയും കാരണം ഞാൻ ഇവിടെ നിന്നിട്ട് എൻ്റെ നാട്ടിലുള്ള ബെസ്റ്റ് ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെയോ ഞാൻ വിളിച്ചുകൊണ്ടിരുന്നിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം കിട്ടാറില്ല. പിന്നെ അവന്മാർ എൻ്റെ അടുത്ത് അങ്ങനെ നിൽക്കാറുള്ളൂ. അവന്മാരങ്ങനെ വിളിച്ചോ ലൈക്ക് എപ്പോഴും ഒന്നും വന്ന് വിളി അങ്ങനെയൊന്നും ഇല്ല, ആവശ്യമില്ല. ഞാനങ്ങനെ കണ്ടിട്ടുമില്ല. എനിക്ക് ഇവന്റെ കൂടെ എന്താ പറയുക കിട്ടുന്ന സമയം എനിക്ക് വേറെ ഏത് എനിക്കെന്ന് പറഞ്ഞ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും എന്താണ് എനിക്ക് ഇവന്റെ കൂടെ കിട്ടിയിട്ടുള്ള ഇവരുടെ കൂടെ സ്പെസിഫിക് ആയിട്ട് ലൈക്ക് ഇവന്മാരുടെ കൂടെ ഇങ്ങനെ പുറത്തു പോകുമ്പോൾ പ്യുവർ ജോയ് ആണത്. എനിക്കെന്താ പറഞ്ഞാൽ വേറെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല, അത്രേ ഉള്ളൂ. അത് ആ ഒരു കിട്ടുന്ന സമയം എന്ന് പറയണ്ടല്ലോ, നീ പറഞ്ഞില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന്, അതേ ഫീലാണ് ലിറ്ററലി. അതുപോലെ തന്നെ എപ്പോഴും ഞങ്ങൾ പോകുമ്പോൾ ഈ പരിപാടി ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങൾ നേരെ ഞാൻ നാട്ടിൽ ചെല്ലും, ഇവന്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് അവൻ്റെ അമ്മ എടുത്തു പറയും ഞങ്ങൾ എൻ്റെ വീട്ടിലാണ് നിൽക്കണേ, എന്നിട്ട് ഇവന്റെ അടുത്ത് പോയിട്ട് പറയും ഞങ്ങൾ അവന്റെ വീട്ടിലാണ് നിൽക്കണേ, അങ്ങനെ മാറി പറഞ്ഞ് അവസാനം ട്രിപ്പ് പോണത്. അത് പക്ഷെ ഇവന്മാരും പേര് പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ വീട്ടുകാരൊന്നും എന്തെങ്കിലും കാണാൻ പോലുള്ള ഇവനൊക്കെ ഇരുന്ന് ഈ വീഡിയോ കാണുമ്പോൾ പേര് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞാൽ ഒന്ന് അബീത്ത് ഒന്ന് അനന്തു ഇതൊക്കെയാണ് ഇപ്പം എന്താ പറഞ്ഞാൽ നാട്ടിലുള്ള എൻ്റെ മെയിനായിട്ടുള്ള പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ. 2024 ഇത്രയും നാളത്തേക്കൊന്നല്ല, എനിക്ക് 8 ഒരു പുതിയ കൊല്ലം തന്നെയാണ്. എനിക്ക് എല്ലാം കൊണ്ടും പുതിയതാണ്. ലിറ്ററലി എനിക്ക് എല്ലാം കൊണ്ടും ഒരു പുതുമയാണ്. ന്യൂ മീ ലൈക്ക് ആ ന്യൂ ഇയർ ഇതൊക്കെ ലൈക്ക് എന്താ പറയുക സത്യം അതുണ്ട്. പക്ഷെ എന്താ പറയാ ഇത്തവണ ഐ ആക്ച്വലി ഫീൽ ഇറ്റ്. മനസ്സിലായോ? എനിക്കെന്താ പറയാ ബാക്കി എല്ലാ വർഷം ഒരു വർഷം നിറഞ്ഞു പോയി. അതെ അടുത്തൊരു വർഷം ഉണ്ട് എന്ന രീതിക്കാണ്. പക്ഷെ എന്താ പറയാ ഈ വർഷം എന്ന് പറഞ്ഞാൽ ലിറ്ററലി ലൈക്ക് എന്താ പറയുക ഒരു ഹോപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി ബ്രോ ആണോ ഞാൻ ഹോപ്പ് വെക്കുന്നില്ല. ഹോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർഫുൾ തിങ്. പക്ഷെ എന്താ പറയുക അത് വെക്കാണ്ടിരിക്കുന്ന നിന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ആൻഡ് എവറിത്തിങ് ഹവ് യു സീൻ. നീ കാണുന്ന രീതിയിൽ മാത്രമേ നിനക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഹോപ്പ് കൈവിടണ്ട കുറച്ചൊക്കെ. ഞാൻ എക്സ്പെക്ടേഷൻസ് വെക്കുന്നില്ല. എക്സ്പെക്ടേഷനിൽ നിങ്ങൾ ഹോപ്പ് വെക്കുന്നില്ല എന്നുള്ള കാര്യം ഒന്ന്. പിന്നെ എക്സ്പെക്ടേഷനെ വെക്കുന്നില്ല ഉള്ളത് രണ്ട്, അതിന് വെവ്വേറെയാണത്. അതെ ഓക്കെ ഫൈൻ. എന്നാ ശരി, എനിക്ക് എക്സ്പെക്ടേഷൻസ് ഇല്ല. ലൈക്ക് യൂഷ്വലി ലൈക്ക് എന്താ പറയാ ഒരു ന്യൂ ഇയർ ഒക്കെ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം പോയി, പക്ഷെ എന്താ പറയാ അടുത്ത വർഷം നമ്മുടെ ഇത് പറയാറുണ്ട്. മനസ്സിലായി. ലൈക്ക് എന്താ പറയാ ഇനി എന്താ പറയാ നെഗറ്റീവ് ഇല്ല, ഇതില്ല ഇതൊക്കെ പറയുമെങ്കിലും ലൈക്ക് എന്താ പറയാ it just never ends up that way. So അതുകൊണ്ട് എന്താ പറയാ ഈ വർഷം എന്ന് പറഞ്ഞാൽ വരുന്ന വരട്ടെ. I'm happy with whatever. എന്നൊരു അത്രേ ഉള്ളൂ. ലിറ്ററലി എന്റെ സിംഗിൾ മോട്ടോ ഹാസ് ബീൻ ടിൽ നൗ. ഇനി അങ്ങനെ തന്നെയാണ് ഞാൻ പോകാനായിരിക്കുന്നത്. പക്ഷെ 24 ഒരു പുതിയ സംഭവം തന്നെയാണെന്നുള്ള രീതിയിലാണ് എനിക്ക് എത്തുന്നത്. അതെ അത്രേ ഉള്ളൂ. എനിക്കെന്ന് പറയാം ഈ വർഷത്തിൽ ആ പാടെന്ന് ഹീൽ ആവണം. ഹീലിംഗ് ഇസ് എ ബിഗ് തിങ്. അതിപ്പോ ഒബ്വിയസ്ലി ടൈം എടുക്കും. ടൈം ഈസ് എവറിത്തിങ്. ടൈം ഇല്ലെങ്കിൽ പറ്റത്തില്ല. അതെ, ദാറ്റ്സ് ദ കീ ആണ്. കാരണം നമ്മൾ അത്രയും ടൈം കൊടുത്തിട്ടാണ് ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതേ എത്ര ടൈം നമ്മൾ കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനപ്പുറം ടൈം എടുക്കേണ്ടത് നമുക്ക് ഇതിനൊക്കെ ഹീൽ ചെയ്യണമെങ്കിൽ. ലൈക്ക് നമുക്കെന്ന് പറഞ്ഞാൽ ആ ഈ ഹീലിംഗ് പീരീഡിൽ ഇതൊന്നും പെട്ടെന്ന് തീർന്നാ മതി എന്നുള്ളൂ. അത് മാത്രമല്ല ലൈക്ക് അത് ത്വര മാത്രമാണ്. ലിറ്ററലി ലൈക്ക് സെൻസേഷൻ ലൈക്ക് ദാറ്റ് യു വാണ്ട് ടു ഗെറ്റ് ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് ഫീൽ ചെയ്ത് തീരണം എന്ന് തോന്നുന്ന മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സമയം തന്നെ കൊടുക്കണം. അപ്പോ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആ ഒരു ഫേസിലോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഇപ്പൊ എന്ന് പറഞ്ഞാൽ സത്യമായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും ലൂപ്പിലോട്ട്. പക്ഷെ എന്നാലും ലൈക്ക് ഒരു ഫോക്കസിലോട്ട് മനസ്സിലായോ ലൈക്കിനോ വരുന്ന വരട്ടെ. ബട്ട് ലൈക്ക് ഐ ഹാവ് സംതിങ് ടു അച്ചീവ്. അപ്പൊ ഐ ആം ഗോണ വർക്ക് മൈ വേ ടുവേർഡ്സ് ഇറ്റ്.
വരുന്ന അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്ന രീതിക്കാണ് എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു വർഷത്തേക്ക്. നല്ല കാര്യമാണ്. എനിക്കെന്ന് പറയുന്നത് ലൈക്ക് സിമിലർ തോട്ട്സ് ആൻഡ് സിമിലർ ഒപ്പീനിയൻസ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം 2024 എന്ന് പറയുന്നത് ഐ ജസ്റ്റ് വാണ്ട് തിങ്സ് ടു ഗെറ്റ് ബെറ്റർ ഇൻ എവ്രി വേ. മനസ്സിലായി. അതിപ്പോ ഞാനെന്നുള്ളൊരു വ്യക്തി വിചാരിച്ചാൽ തന്നെ നടക്കാൻ പറ്റും. അത് ലൈക്ക് എന്താ പറയുക, ഞാൻ എന്നെ തന്നെ കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് കമ്മിറ്റ്മെന്റ് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ലൈക്ക് എനിക്ക് ഇനിയിപ്പോൾ കമ്മിറ്റ് ചെയ്യണം ടു എവറി സിംഗിൾ തിങ്സ്. പക്ഷെ എന്താ പറയുക, പീപ്പിളായിട്ട് ഞാൻ അത്രയും കമ്മിറ്റ് ചെയ്യാൻ പോകത്തില്ല ഗൈസ്, പോകത്തില്ല. ഞാൻ കുറച്ച് മാറി തന്നെ നിൽക്കും. എന്നാലാണ് എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് ഇഷ്ടം കൊടുത്ത് എന്നെ ഞാൻ നല്ല രീതിയിൽ നോക്കി. എനിക്ക് ഇറ്റ് കുഡ് ബി സെൽഫിഷ്, ബട്ട് ഹൂ ഗിവ്സ് like at this point like let it be selfish because you need that, I need that. That's what I'm saying. like അതുകൊണ്ട് തന്നെ സെൽഫിഷ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറച്ച് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെ സെറ്റാക്കാനൊന്നും പോകത്തൊന്നുമില്ല. മാക്സിമം പറ്റാവുന്ന രീതിയിൽ നന്മവരം കളിക്കാനും ഞാൻ പോകത്തില്ല. ബട്ട് കുറച്ച് സെൽഫിഷായിട്ട് എനിക്ക് നിന്നാൽ എനിക്കിത് ഐ ക്യാൻ ഒൺലി ലൈക്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രാസ്പ് ഉണ്ടാവുള്ളൂ എൻ്റെ സിറ്റുവേഷനിൽ. അതിനെനിക്ക് കമ്മിറ്റ് ചെയ്യണം ഓരോ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി. ആ ഒരു തോട്ടിലാണ് ഞാൻ 2024 എടുത്തു പോകുന്നതും. ഇപ്പോഴാണെങ്കിൽ പോലും ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പ്രോപ്പർലി ഹീൽഡ് ആയിട്ട് പവർ ആവും എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ 2023? അതെ, ഓൺ ദി കമന്റ്സ്.